പുനരധിവാസത്തെക്കുറിച്ചുള്ള ചൂരൽമല നിവാസികളുടെ ആശങ്കയുടെ അടിസ്ഥാനം പുത്തുമലക്കാരുടെ അനുഭവമാണ്. അങ്കണവാടിയും പ്രാഥമികാരോഗ്യ കേന്ദ്രവും കളിസ്ഥലവും അടങ്ങുന്ന ടൗൺഷിപ്പ് ഇതുവരെ പുത്തുമല പുനരധിവാസ പാക്കേജിൽ പ്രാവർത്തികമായിട്ടില്ല. ഹർഷം പദ്ധതിയിൽ പ്രഖ്യാപിച്ച വീടുകൾ പോലും ചോർച്ചയടയ്ക്കാനാകാതെ ദുരിതത്തിലുമാണ്. കണ്ടുവരാം. മരണമുഖത്തു നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പക്ഷേ പെട്ടുപോയത് സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങളിലാണ്. 54 കുടുംബങ്ങൾക്ക് പുത്തൻകൊല്ലിയിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ ചോർന്നൊലിക്കുകയാണ്. താമസിക്കാൻ പറ്റൂല, കുട്ടികൾക്കൊന്നും തീരെ നിൽക്കാൻ പറ്റൂല. എന്നും ഒന്നായിട്ട് പെയ്യാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങളൊരു ദുരിതത്തിൽ നിന്ന് കഴിഞ്ഞ് ഇനി ചോരാത്തൊരു വീട് കിട്ടട്ടെ വെച്ചിട്ട് വന്നതാണ്. ഇത് ഫുള്ളായിട്ട് ചോരും, അതുകൊണ്ട് മക്കളൊന്നും നിൽക്കൂല. എൻ്റെത് മാത്രമല്ല, ഇവിടെ ഏകദേശം ഒരു വീടൊക്കെ ചോരുന്നുണ്ട്. അവിടെ ഒന്നും കുറച്ച് വീട് ചോരുന്നില്ല, ബാക്കി എല്ലാ വീടും ചോരുന്നുണ്ട്. ഞങ്ങളത് ലേശം കൂടുതലുമാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബാലവാടി കെട്ടിത്തരാറുണ്ട്. ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മക്കളില്ലതാണ്. ഞങ്ങൾക്ക് നെടുമ്പാല പോകണ ഒരു ബാലവാടിക്ക്. പിന്നെ ഒരു ഇലക്ട്രിക് സെൻറ്റർ ഇവിടെ അത്യാവശ്യം. എല്ലായിടത്തും വയസ്സായ ആൾക്കാരാണ്. എല്ലാ വീട്ടിലും ഇവിടെ വയസ്സാകാത്തവരും ഇല്ല, കുട്ടികളും എല്ലാ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് സെൻറ്റർ ഞങ്ങൾക്ക് വേണം, ഒരു ബാലവാടി ഞങ്ങൾക്ക് വേണം. അത് അത്യാവശ്യമാണ്. സർക്കാരിൻ്റെ 4 ലക്ഷത്തിനു പുറമെ സന്നദ്ധ സംഘടനകളുടെ സഹായം. എന്നിട്ടും വീട് പോലാകാൻ 4-5 ലക്ഷം രൂപ ദുരന്തബാധിതരുടെ പോക്കറ്റിൽ നിന്നും ചിലവായി. സൗകര്യങ്ങൾ പറഞ്ഞാൽ 2 ബെഡ്റൂമും ഒരു ഡൈനിങ് ഹാളും. അത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൂട്ടിയിട്ട് 3 ബെഡ്റൂമാക്കി. പിന്നെ അടുക്കള നമ്മൾ വേറെ കെട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്വന്തം കയ്യിൽ നിന്ന് ഒരു 6-7 ലക്ഷം റുപ്യ ചിലവാണ്. ഹർഷം പദ്ധതി പ്രകാരം 7 ഏക്കറിൽ നിർമ്മിച്ച 54 വീടുകളിൽ ഒരു കുടുംബത്തിന് കിട്ടിയത് വെറും 7 സെന്റ്. ഒരു കോഴിക്കൂട് പണിയാൻ പോലും മുറ്റമില്ല. വീടുകൾക്കൊപ്പം നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയ അങ്കണവാടിയും പ്രാഥമികാരോഗ്യ കേന്ദ്രവും കളിസ്ഥലവും പശുത്തൊഴുത്തും വാഗ്ദാനമായി ഒതുങ്ങി. പുത്തുമലക്കാരുടെ ദുരനുഭവം ദുരന്തഭൂമിയിൽ ചൂരൽമലക്കാർക്ക് പാഠമാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പുത്തുമലക്കാരുടെ ആശങ്ക ചെറുതല്ല. അത് തന്നെയാണ് ഇപ്പോൾ ചൂരൽമലക്കാരുടെയും ആശങ്കയെ മാറുന്നത്. പുത്തുമല പോലെ ഞങ്ങളെ അനാഥരാക്കരുത് എന്ന് പറയുന്നു. ശരിയാണ്, അവർക്കൊരു വീട് കിട്ടി, സമയത്തിനുള്ളിൽ തന്നെ അതിലേക്ക് കയറാൻ സാധിച്ചു. പക്ഷേ തുടർന്ന് അതിൽ ജീവിക്കുമ്പോഴാണ് വാഗ്ദാനങ്ങളിൽ പലതും നിറവേറ്റപ്പെടാത്ത സാഹചര്യം അവർക്കുണ്ടാവുന്നത്. അംഗൻവാടി പോലും നമുക്കവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീടുകൾ പലതും ചോർന്നൊലിക്കുന്ന അവസ്ഥയെത്തുന്നു. അവർക്ക് മുറ്റത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാനോ ഒരു കോഴിയെ വളർത്താൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊക്കെ പുത്തുമലയുടെ ഒരു വലിയ പരാധീനതയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. താൽക്കാലിക പുനരധിവാസത്തിലും ഒരുപാട് പഴികേട്ടതാണ് പുത്തുമല മാതൃക. എന്താണ് ചൂരൽമല നിവാസികളുടെ ആശങ്കയും പുത്തുമലക്കാരുടെ ആശങ്കയും? ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ നിവാസികളോട് ഏത് മോഹന വാഗ്ദാനം കൊടുത്താലും അതവരൊന്ന് അവിശ്വസിക്കും. നമ്മൾ സാധാരണ പറയില്ലേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ എന്ത് മോഹന വാഗ്ദാനം കൊടുത്താലും ഇതൊക്കെ നടപ്പാകുമോ എന്നൊരു സംശയദൃഷ്ടി അവരുടെയൊക്കെ മുഖത്ത് നിഴലിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അവരുടെ 2 കിലോമീറ്റർ അപ്പുറത്ത്, ഈ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്ത് പുത്തുമലക്കാരെ പുനരധിവസിപ്പിച്ചിട്ടുള്ള പൂതക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസിക്കുന്ന 54 വീടുകൾ, അവർ പറഞ്ഞ ടൗൺഷിപ്പ്, ഇതെല്ലാം ഇവർ കൺമുന്നിൽ കാണുന്നതാണ്. ആ കൺമുന്നിൽ കാണുന്ന കാഴ്ചയെ അവിശ്വസിക്കേണ്ട കാര്യം മുണ്ടക്കൈക്കാർക്കോ ചൂരൽമലക്കാർക്കോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ, സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പുത്തുമലക്കാരുടെ പുനരധിവാസത്തെക്കുറിച്ചുള്ള സങ്കല്പം വലുതായിരുന്നു. കാരണം 7 ഏക്കർ സ്ഥലം, ആ 7 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 54 വീടുകൾ, അവിടെ തൊട്ടടുത്തൊരു അങ്കണവാടി, അതിനിടയിൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം, അതിനിടയിൽ ഒരു കളിസ്ഥലം, ഈ നാട്ടുകാർക്ക് കൃഷി ചെയ്യാനും കന്നുകാലികളെ വളർത്താനും വേണ്ടി ഒരു പൊതുവായ തൊഴുത്ത്, ഇങ്ങനെ മനോഹരമായ ഒരു സങ്കല്പം ഏതോ ഒരു ദിഷണാശാലിയുടെ ബുദ്ധിയിൽ വിടരുകയും അത് യാഥാർത്ഥ്യമാകുമ്പോഴേക്കും അതെല്ലാം കൂടി ചേർന്ന് ഒരു ഏച്ചുകെട്ടിയ മട്ടിൽ ഒരു സ്ഥലമായി മാറുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ വീടുകൾ നോക്കിയാൽ മനസ്സിലാവും, ചെരിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന വീടുകളാണ്. ആ ചെരിച്ചു വാർത്ത് വെച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ലക്ഷം വീട് പോലുള്ള ഒരു സ്വഭാവത്തിലാണ്. ആ വീട് ഒരിക്കലും ഇവർക്ക് ഒരു പുനർനിർമ്മിച്ച് ഒരു സാമ്പത്തിക ശേഷി വരുമ്പോൾ അതൊന്ന് മുകളിലേക്കെടുത്ത് ഒന്ന് ഉയർത്താൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് മുറികൾ കൂട്ടിയെടുക്കാൻ ഒന്നും സാധ്യമാകാത്ത വിധത്തിൽ ഒരു ലക്ഷം വീട് പദ്ധതി പോലെ ഉണ്ടാക്കി വെച്ച വീടാണ് ഈ പുത്തൻകൊല്ലിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല, ആ വീട്ടിനകത്ത് ചോർച്ചയാണ്. ഈ ചോർച്ചയടക്കാൻ ഇപ്പോൾ ഇനി കൂടുതൽ പണം ചെലവാക്കണം. അവിടെയുള്ള ഒരു വീടാകാൻ വേണ്ട സൗകര്യമൊരുക്കാൻ കൂടുതൽ പണം ഇവരുടെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ സംസാരിച്ച ഖദീജ എന്ന് പറയുന്ന ഉമ്മയുടെ വീട്ടിൽ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ, അവിടെ ഒരു കക്കൂസ് ടാങ്ക് സ്ഥാപിക്കാൻ, ഇതിനൊന്നും പണം ഈ കരാറുകാരുടെ
സർക്കാരുടെ കയ്യിലില്ല, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാക്കണമെന്നായിരുന്നു അവസാന ഘട്ടത്തിൽ ഈ കരാറുകാരൻ പറഞ്ഞത്. ഇതൊക്കെ പുത്തുമലക്കാരുടെ ദുരനുഭവങ്ങളാണ്. മാത്രമല്ല 2-2.5 കൊല്ലം അവർ വാടകയ്ക്ക് താമസിച്ചു. 3-4 മാസം സർക്കാർ വാടക കൊടുത്തു. അതിനുശേഷം സ്വന്തം പോക്കറ്റിൽ നിന്ന് വാടക കൊടുക്കേണ്ടി വന്നു. പിന്നെ പഞ്ചായത്ത് നാട്ടുകാരിൽ നിന്ന് ഞാൻ കേട്ടത് 30 ലക്ഷത്തോളം രൂപ പിരിച്ചിട്ടാണ് ഈ പുത്തുമലക്കാർക്ക് വാടക കൊടുക്കാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ വാടക കൊടുക്കാനില്ലാതെ സർക്കാർ വാഗ്ദാനം മുടങ്ങി. സർക്കാർ പറഞ്ഞ പ്രകാരത്തിലുള്ള ഒരു പുനരധിവാസം പുത്തുമലയിൽ നടന്നിട്ടില്ല. ഹർഷം പദ്ധതി പാതി വഴിയിൽ മുടങ്ങി. അവരുടെ ജീവിതവും ജീവനും ഒക്കെ തിരിച്ചു കിട്ടി എന്നല്ലാതെ അവർക്കിപ്പോഴും അവർ പണ്ട് ജീവിച്ച ഒരു തരത്തിലേക്കൊരു പുനരധിവാസം പൂർണ്ണമായ തോതിൽ നടന്നിട്ടില്ല. ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്നവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. അവർ ആ ദുരന്തത്തിൽ പെട്ടു. ഇപ്പോൾ അവർ സർക്കാരിൻ്റെ മോഹന വാഗ്ദാനങ്ങളിലും പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ഒരു അനുഭവം മുന്നിലുള്ളത് കൊണ്ട് തന്നെ മുണ്ടക്കൈക്കാർ പറയുന്നത് ഞങ്ങളെ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായി വാടക സർക്കാർ അടച്ചിരിക്കണം. അത് എത്ര കാലം വാടക വീട്ടിൽ താമസിക്കുമോ അത്ര കാലമുള്ള വാടക സർക്കാർ ഉറപ്പാക്കണം. അത് കരാർ പ്രകാരം തന്നെ ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് വീടുണ്ടാക്കുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയ വീടുകൾ വ്യക്തിഗതമായ താല്പര്യങ്ങളും കുടുംബത്തിൻ്റെ താല്പര്യങ്ങളും പരിഗണിച്ച് എത്ര മുറികൾ വേണം എന്നതനുസരിച്ചുള്ള വീടുകൾ നിർമ്മിച്ച് നൽകണം എന്നുള്ളതാണ്. ആ മോഡൽ സർക്കാർ ഏകീകൃതമായി ഉണ്ടാക്കണം. പുത്തുമലയിൽ സംഭവിച്ചത് ഓരോ ഏജൻസികളെ ഇപ്പോൾ 10 വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടെങ്കിൽ ഒരു 10 വീട് ഒരു സംഘടനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവരുടെ കയ്യിലുള്ള പണം അനുസരിച്ച് കരാറുകാർ എങ്ങനെയെങ്കിലുമൊക്കെ വീടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 4 ലക്ഷം സർക്കാർ കൊടുത്തു, 4 ലക്ഷം സന്നദ്ധ സംഘടന ചേർക്കുന്നു. അങ്ങനെ 8 ലക്ഷം ചേർത്താണ് ഒരു വീടുണ്ടാക്കുന്നത്. 8 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ തോതിലൊരു വീടായിരിക്കും കരാറുകാർ ഉണ്ടാക്കി നൽകുക. ഇതാണ് പുത്തുമലയിൽ സംഭവിച്ചത്. ഇത് ചൂരൽമലയിലും മുണ്ടക്കയിലും ആവർത്തിക്കരുത് എന്നുള്ളതാണ് അവരുടെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. തീർച്ചയായിട്ടും ആ നാട്ടുകാരുടെ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ പാളിച്ചകൾ സർക്കാർ മനസ്സിലാക്കണം. അത് മാത്രവുമല്ല, നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഒരു മാതൃകാപരമായ പുനരധിവാസ പദ്ധതിയിലേക്ക് പോകണം. അതിൽ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ ദുരന്തബാധിതരായ മനുഷ്യരുമായി സംസാരിക്കണം, അവരുടെ ആവശ്യങ്ങൾ കേൾക്കണം, അവരുടെ ഇടയിൽ ഒരു സർവേ നടത്തണം, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ പുനരധിവാസത്തിലേക്ക് പോകാൻ. ഇപ്പോൾ അംഗൻവാടി തൊട്ടടുത്തവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ട സാഹചര്യം. അവരുടെ വീടിന് അവർക്ക് നേരത്തെ 7 സെൻറ്റ് എന്ന് പറയുമ്പോൾ ആ 7 സെൻറ്റിനുള്ളിൽ വന്ന കാര്യങ്ങൾ അവർക്ക് അതുവഴിയുള്ള റോഡ് പോയി. ആ റോഡിൻ്റെ ഭാഗവും ഈ 7 സെൻറ്റിൽ നിന്നാണ് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീട് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അവർ പറയുന്നു. ഇവരൊക്കെ 10, 40, 45 സെൻറ്റുകളിൽ 20, 25 സെൻറ്റുകളിൽ ചുരുങ്ങിയത് 15, 20 സെൻറ്റുകളിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യരെയാണ് നമ്മളൊരു ചുരുങ്ങിയ ഇടത്തേക്ക് ചുരുക്കുന്നത്. ശരിയാണ്, നമുക്ക് പരിമിതികളുണ്ട്. അത്രയും വലിയ സ്ഥലമൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മാന്യമായി അവർക്ക് ജീവിക്കാൻ കഴിയുന്നൊരു പുനരധിവാസ മാതൃക നമ്മൾ അവരുമായി തന്നെ കൂടിയാലോചിച്ച് ഉറപ്പാക്കണം. സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.